എല്ലാ വിദ്യാർത്ഥികൾക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ വർഷത്തെ കേരള എഞ്ചിനീയറിംഗ്, അതുപോലെ തന്നെ ആർക്കിടെക്ചർ, അതുപോലെ ഫാർമസി, മെഡിക്കൽ അനുബന്ധ കോഴ്സുകൾ എന്നിവയിലേക്കുള്ള പ്രവേശന പരീക്ഷയായിട്ടുള്ള കീം 2024 പ്രവേശന പരീക്ഷയ്ക്ക് അപേക്ഷ നൽകുന്നതിനുള്ള ഡേറ്റ് 2 ദിവസത്തേക്ക് കൂടി നീട്ടി. നിലവിൽ ഏപ്രിൽ 17-ാം തീയതി വരെയായിരുന്നു അവസാന ഡേറ്റ് ഈ ഒരു അപേക്ഷ നൽകുന്നതിലായിട്ട്. അത് ഏപ്രിൽ 19-ാം തീയതി വൈകുന്നേരം 5 മണി വരെയാക്കിയിട്ടാണ് നീട്ടിയിട്ടുള്ളത്. അതായത് 2 ദിവസം കൂടി എക്സ്റ്റെൻഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ വിദ്യാർത്ഥികൾ ഈ ഒരു അവസരം പരമാവധി ഉപയോഗപ്പെടുത്തുക. അതുകൊണ്ട് തന്നെ നാളെ വൈകുന്നേരം 5 മണിക്കകം വിദ്യാർത്ഥികൾ നിങ്ങളുടെ ആപ്ലിക്കേഷൻ കംപ്ലീറ്റ് ചെയ്തിട്ടില്ലെങ്കിലും പ്രോബ്ലം ഇല്ല. നിങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള റിസർവേഷൻ ഡോക്യുമെൻറ്റുകളൊക്കെ കിട്ടിയ ശേഷം നിങ്ങൾക്ക് അപ്ലോഡ് ചെയ്ത് നൽകിയാൽ മതി. അതുകൊണ്ട് തന്നെ 19-ാം തീയതി വൈകുന്നേരം 5 മണിക്കകം നിങ്ങൾക്ക് ഈ ഒരു ഫുൾ സ്റ്റെപ്പ് കംപ്ലീറ്റ് ചെയ്തുകൊണ്ട് ആപ്ലിക്കേഷൻ കൺഫേം ചെയ്യാവുന്നതാണ്. അതിനുശേഷം 24-ാം തീയതി വരെ ആവശ്യമായിട്ടുള്ള റിസർവേഷൻ ഡോക്യുമെൻറ്റുകൾ അപ്ലോഡ് ചെയ്യുന്നതിനും സൗകര്യം ഉണ്ട്. അപേക്ഷ നൽകുന്ന വിദ്യാർത്ഥികൾ, അതായത് പുതുതായിട്ട് അപേക്ഷ നൽകുന്ന വിദ്യാർത്ഥികളും അതുപോലെ തന്നെ അപേക്ഷ കുറച്ച് സ്റ്റെപ്പുകൾ നൽകി ബാക്കിയുള്ള വിദ്യാർത്ഥികളും ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം, നിങ്ങൾ നൽകുന്ന ഡീറ്റെയിൽസുകൾ ഒന്നും തെറ്റില്ല എന്നുള്ളത് ഉറപ്പുവരുത്തേണ്ടതാണ്. അതുപോലെ തന്നെ തെറ്റായ ഡീറ്റെയിൽസുകൾ നൽകരുത്. ഫോട്ടോ നൽകുമ്പോൾ ഫോട്ടോയുടെ ബാക്ക്ഗ്രൗണ്ട് വളരെയധികം ക്ലിയർ ആയിട്ടുണ്ടായിരിക്കണം. അതുപോലെ പാസ്പോർട്ട് സൈസ് ഫോട്ടോ ആണ് അപ്ലോഡ് ചെയ്യേണ്ടത്. അതുപോലെ തന്നെ ശ്രദ്ധിക്കേണ്ട കാര്യം, നിങ്ങൾ പുതുതായിട്ട് അപേക്ഷിക്കുന്ന വിദ്യാർത്ഥിയാണ് എങ്കിൽ നിങ്ങളുടെ ഇമെയിൽ ഐ ഡി, അതുപോലെ ഫോൺ നമ്പർ എന്നിവ ഈ ഒരു അലോട്ട്മെൻറ്റ് അവസാനിക്കുന്നത് വരെ നിങ്ങൾക്ക് ഉപയോഗപ്പെടുത്താൻ സാധിക്കുന്ന നമ്പറായിരിക്കണം. അതുപോലെ തന്നെ നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ട് ഡീറ്റെയിൽസ് നൽകുന്ന സമയത്ത് അത് സേവിങ്സ് ബാങ്ക് അക്കൗണ്ട് ആയിരിക്കണം. സീറോ ബാലൻസോ അല്ലെങ്കിൽ മറ്റ് ജൻധൻ അക്കൗണ്ട് പോലുള്ള അക്കൗണ്ടുകളോ അതിൻ്റെ ഡീറ്റെയിൽസുകളോ നൽകാൻ പാടുള്ളതല്ല. നിങ്ങളുടെയോ അല്ലെങ്കിൽ നിങ്ങളുടെ രക്ഷിതാവിൻ്റെയോ പേരിലുള്ള സേവിങ്സ് അക്കൗണ്ട് മാത്രമാണ് നൽകേണ്ടത്. കാരണം നിങ്ങൾക്ക് അലോട്ട്മെൻറ്റ് ലഭിക്കുന്ന സമയത്ത് അല്ലെങ്കിൽ നിങ്ങൾ അലോട്ട്മെൻറ്റിന് അപ്ലൈ ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് വല്ല റീഫണ്ടും നിങ്ങൾക്ക് ലഭിക്കണം എന്നുണ്ടെങ്കിൽ, ആ റീഫണ്ടൊക്കെ ലഭിക്കണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ കറക്റ്റായിട്ട് നിങ്ങളുടെ സേവിങ്സ് ബാങ്ക് അക്കൗണ്ടാണ് നൽകേണ്ടത്. അത് നിങ്ങളുടെ പേരിലോ അല്ലെങ്കിൽ നിങ്ങളുടെ രക്ഷിതാവിൻ്റെ പേരിലോ ഉള്ളതായിരിക്കണം. അതുപോലെ NRI കോട്ടയിൽ അഡ്മിഷൻ ആഗ്രഹിക്കുന്ന വിദ്യാർത്ഥികൾ NRI ഡീറ്റെയിൽസുകൾ അപേക്ഷ നൽകുന്ന സമയത്ത് തന്നെ നൽകേണ്ടതുണ്ട്. അത് നിങ്ങളുമായിട്ട് രക്തബന്ധമുള്ള ആരുടെ എങ്കിലും പാസ്പോർട്ട്, അതായത് വിസ ഡീറ്റെയിൽസും അതുപോലുള്ള ഡീറ്റെയിൽസും ഒക്കെയാണ് നൽകേണ്ടി വരിക. അതുകൊണ്ട് തന്നെ അക്കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ നിങ്ങൾക്ക് എഞ്ചിനീയറിംഗ്, ആർക്കിടെക്ചർ, ഫാർമസി എന്ന് പറഞ്ഞാൽ BPharm എന്നും അതിന് പറയാറുണ്ട്. അതുപോലെ മെഡിക്കൽ കോഴ്സുകളായിട്ടുള്ള MBBS, BDS, യുനാനി, അഗ്രികൾച്ചർ, അതുപോലെ തന്നെ സിദ്ധ, ഹോമിയോ എന്നിങ്ങനെയുള്ള കോഴ്സുകളാണ്. അതുപോലെ മെഡിക്കൽ അലൈഡ് കോഴ്സസ് എന്ന് പറഞ്ഞാൽ BSc അഗ്രികൾച്ചർ, വെറ്റിനറി, ഫിഷറീസ്, അതുപോലെ തന്നെ BTech ബയോടെക്നോളജി, ക്ലൈമറ്റ് ചേഞ്ച് ആൻഡ് എൻവയോൺമെൻറ്റൽ സയൻസ്, അതുപോലെ തന്നെ അഗ്രികൾച്ചർ, ഫോറസ്ട്രി, അതുപോലെ തന്നെ ഇതുപോലുള്ള കോഴ്സുകളാണ് ഈ ഒരു മെഡിക്കൽ അലൈഡ് കോഴ്സസിൽ വരുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള കോഴ്സുകളിലേക്ക് പ്രവേശനം ആഗ്രഹിക്കുന്ന വിദ്യാർത്ഥികൾ നിങ്ങൾ എഞ്ചിനീയറിംഗ് അല്ലെങ്കിൽ ആർക്കിടെക്ചർ, ഫാർമസി, മെഡിക്കൽ അലൈഡ് എന്നിങ്ങനെ 4 ഓപ്ഷൻസാണ് ഉണ്ടാവുക. അപ്പോൾ ഇതിൽ വേണ്ട എല്ലാ ഓപ്ഷൻസും ഇപ്പോൾ തന്നെ സെലക്ട് ചെയ്ത് കൊടുക്കണം. പിന്നീട് നിങ്ങൾക്ക് വീണ്ടും പുതുതായിട്ട് അതിനൊരു അവസരം ലഭിക്കുന്നതായിരിക്കില്ല. അപ്പോൾ വിദ്യാർത്ഥികൾ ഈ ഒരു 19-ാം തീയതി, അതായത് നിങ്ങൾക്ക് 2 ദിവസം കൂടിയാണ് ഇപ്പോൾ നീട്ടി ലഭിച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് നാളെ വൈകുന്നേരം 5 മണിക്കകം നിങ്ങളുടെ ആപ്ലിക്കേഷൻ കംപ്ലീറ്റ് ചെയ്തിട്ടില്ലെങ്കിലും 19-ാം തീയതിക്കകം കംപ്ലീറ്റ് ചെയ്താൽ മതി. അതുകൊണ്ട് തന്നെ ഈ ഒരു അവസരം ഇതുവരെ അപേക്ഷ നൽകാത്ത ഒരു വിദ്യാർത്ഥി, അതായത് നിങ്ങൾ നീറ്റിന് അപ്ലൈ ചെയ്തിട്ടുണ്ടെങ്കിലും കേരളത്തിൽ മെഡിക്കൽ അലൈഡ് കോഴ്സസിലേക്ക് പ്രവേശനം കിട്ടണമെങ്കിൽ കീമിൻ്റെ രജിസ്ട്രേഷൻ ചെയ്യേണ്ടതാണ്. അപ്പോൾ അങ്ങനെ രജിസ്ട്രേഷൻ ചെയ്യാത്ത വിദ്യാർത്ഥികളുണ്ടെങ്കിൽ ഈ ഒരു രജിസ്ട്രേഷൻ ചെയ്യാൻ ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ അപ്ലോഡ് ചെയ്യുന്ന ഡോക്യുമെൻറ്റുകൾ വാലിഡ് ആയിട്ടുള്ളതും, അതായത് വാലിഡിറ്റി കഴിയാത്ത ഡോക്യുമെൻറ്റുകളും, അതുപോലെ തന്നെ എഡ്യൂക്കേഷണൽ പേർപ്പസ്, അതുപോലെ സ്റ്റേറ്റ് പേർപ്പസ്, അതായത് കേരളത്തിലെ വിദ്യാഭ്യാസ ആവശ്യത്തിനുള്ള ഡോക്യുമെൻറ്റും ആയിരിക്കും അപ്ലോഡ് ചെയ്യേണ്ടത്. അതുപോലെ ജനറൽ കാറ്റഗറിയിലുള്ള വിദ്യാർത്ഥികൾ റിസർവേഷനൊന്നും ഇല്ല എങ്കിൽ പ്രത്യേകിച്ച് റിസർവേഷൻ ഡോക്യുമെൻറ്റുകൾ അപ്ലോഡ് ചെയ്യേണ്ടതില്ല. അതേസമയം ജനറൽ കാറ്റഗറി EWS വിഭാഗത്തിലുള്ള വിദ്യാർത്ഥികൾ വില്ലേജ് ഓഫീസിൽ നിന്ന് ലഭിക്കുന്ന EWS സർട്ടിഫിക്കറ്റ് അപ്ലോഡ് ചെയ്താൽ നിങ്ങൾക്ക് ഫീസിൽ റിസർവേഷൻ, അതായത് ഫീസിൽ ആനുകൂല്യവും അതുപോലെ തന്നെ റിസർവേഷൻ ഉണ്ട്. അപ്പോൾ റിസർവേഷനും കിട്ടുന്നതായിരിക്കും. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു വീഡിയോ ഉപകാരപ്രദമായിട്ടുണ്ടെന്ന് കരുതുന്നു. അപ്പോൾ നിങ്ങൾക്ക് എന്തൊക്കെ റിസർവേഷൻ ഉണ്ടോ അതുമായി ബന്ധപ്പെട്ട ഡോക്യുമെൻറ്റുകൾ 24-ാം തീയതി വരെ നിങ്ങൾക്ക് അപ്ലോഡ് ചെയ്ത് നൽകാം. അതുപോലെ തന്നെ ഈ ഒരു രജിസ്ട്രേഷൻ 19-ാം തീയതി വൈകിട്ട് 5 മണി വരെ ആക്കിയിട്ടാണ് നീട്ടിയിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു അവസരവും നിങ്ങൾക്ക് ഉപയോഗപ്പെടുത്താൻ സാധിക്കുന്നതാണ്. എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ ഹെൽപ്പ് ലൈൻ നമ്പറായിട്ട് ഇവിടെ നൽകിയുള്ള ഈ ഒരു നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. അതുപോലെ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ താഴെ കമൻറ്റ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.